കന്യാദാനം സീരിയലിലുമൊക്കെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി തന്നെയാണ് ശില്പ ശിവദാസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന വാർത്ത പങ്കുവച്ചിരുന്നു. അതിനാഴ്ചകൾക്ക് ശേഷം തനിക്കൊരു സർജറി വേണമെന്നും സർജറി റെസ്റ്റിലാണ് താനെന്നും കുറച്ചു കഴിഞ്ഞ് എന്താണ് എന്ന് പറയാമെന്നും പറഞ്ഞിരുന്നു. പ്രേക്ഷകരാകെ വല്ലാതെ പേടിച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് ശില്പ തന്നെ പറഞ്ഞെത്തുകയാണ്. ആദ്യത്തെ സ്റ്റോറിയിൽ താരം ആശുപത്രിയിൽ പനിയും ശ്വാസം മുട്ടലുമായി തന്നെ അഡ്മിറ്റായതായിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിലേക്ക് തിരികെയൊക്കെ പോയിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി കഴുത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്ന ഒരു കുരു ഇപ്പോൾ വേദനയായി മാറുന്നത് താരം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ നിർത്തി തിരിച്ച് വീണ്ടും അതേ ഹോസ്പിറ്റലിൽ വന്ന് സർജനെ കാണിച്ചു. അത്യാവശ്യം ചെറിയ കുരു ആയിരുന്നുവെങ്കിലും ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ പടർന്നിരുന്നു. അങ്ങനെ അത് സർജറി ചെയ്യണമെന്ന അവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ സർജറി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ ഉണ്ടായിരുന്നത്. എനിക്ക് ആദ്യമേ ഈ കുരു വന്ന സമയത്ത് ഇതൊരു സാധാരണ കുരുവല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മരുന്ന് കഴിച്ച് ഇത് തീർക്കാമായിരുന്നു. നിങ്ങൾ ആരും ഇത്തരത്തിൽ കെയർലെസ് ആയി കാണരുത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. എന്താണ് സംഭവമെന്ന് അറിയണം. അല്ലാതെ ഇത് മാറുമെന്ന് കരുതി കാത്തിരിക്കരുത്. എന്നെപ്പോലെ കെയർലെസ് ആവരുത്. അതുകൊണ്ടാണ് എനിക്ക് സർജറി വേണ്ടി വന്നത്. ഇപ്പോൾ എൻ്റെ പുറംഭാഗം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഭാഗം നടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറാത്തത് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റിച്ച് ചെയ്താൽ കൂടുതലും അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് താനെ ഉണങ്ങാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗത്തൊരു ഹോളുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും പോകരുത്. അതിനു മുൻപേ നിങ്ങൾ ചികിത്സിക്കണം. നേരത്തെ ഇത് ചെയ്യാമായിരുന്നു എനിക്ക്. എന്നാൽ വേദനയില്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങി. സർജറിയും മറ്റും ബഹളമായി മാറി. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എനിക്കതേ പറയാനുള്ളൂ. ആദ്യം ഞാനിതൊന്നും പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എന്നെപ്പോലെ ഇത്തരത്തിലെല്ലാം പിന്നേക്കും വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് പേരുണ്ടാകില്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും നാളെ ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കണം. വെറുതെ വെക്കരുത്. ഇത് വെറുതെയാണെന്ന് കരുതരുത്. ഇതൊന്നും വെറുതെയല്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നടി വ്യക്തമാക്കുന്നുണ്ട്. പലരും തന്നോട് ചോദിച്ചിരുന്നു എന്ത് സംഭവിച്ചു എന്നൊക്കെ. പലരും വളരെയധികം സ്നേഹത്തോടെയാണ് ചോദിച്ചത്. ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി നൽകുന്നതും. ആദ്യമൊന്നും എനിക്ക് മറുപടി നൽകാനായിരുന്നില്ല. നിങ്ങൾക്കെൻ്റെ അവസ്ഥ മനസ്സിലാകുമല്ലോ. ഈ ഭാഗമായതുകൊണ്ട് തന്നെ ഒന്ന് നേരെ നിവർന്ന് കിടക്കാൻ പോലും എനിക്കാകില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മറുപടി തരാൻ വൈകിയത്. എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യമെന്നത് എനിക്ക് മാരക അസുഖമൊന്നുമില്ല. അതുപോലെ ഇതൊരു ചെറിയ അസുഖമാണ്, അല്ലെങ്കിൽ താനേ അത് പോകുമെന്ന് കരുതി നിങ്ങളൊന്നും ഇത്ര സില്ലിയായി കാണരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് നടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.